നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആഹാ, ശ്രീമതി സൂപ്പർ ആയിട്ടുണ്ടല്ലോ. യാമിനി, അച്ഛനമ്മയും മാത്രമുള്ള ഒരു ഫോട്ടോ എടുത്തേ. കമോൺ. അച്ഛന്റെ വിചാരം നാളെ നടക്കാൻ പോണ അച്ഛന്റെ അമ്മയുടെയും കല്യാണം. ഏട്ടന്റെയും ചേച്ചിയുടെയും കൂടെ ഇവരൊരു ഹണിമൂൺ പ്ലാൻ ചെയ്യുന്ന കേട്ടത്. അയ്യോ, പറഞ്ഞു രണ്ടും കൂടി ഞങ്ങളുടെ തലേ കയറി നിരങ്ങണ്ട കേട്ടോ. ഫോട്ടോ എടുക്കടി. യാ, കം. എന്റെ ലുക്ക് എങ്ങനെയുണ്ട്? അത് പിന്നെ പറയാനുണ്ടോ? ഡ്രസ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ എന്റെ അനിയത്തെ എക്സ്പേർട്ട് അല്ലേ? ഭയങ്കര റിച്ച് ലുക്കുണ്ട്. ഞാൻ ജന്മനാ റിച്ച് ആണല്ലോ, അതുകൊണ്ട് ഇതൊക്കെ കണ്ടു പഠിച്ചാണ് വളർന്നത്. ചിലരൊക്കെ പലതും പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാ. ഇപ്പോ ഗൗതമിനും അതേ വിധി സംഭവിക്കുന്നു. ഇനി പ്രണവിനെങ്കിലും അത് വരാതെ നോക്കണം. അവന്റെ പെൺകുട്ടിയെ ഞാൻ തന്നെ സെലക്ട് ചെയ്യും. എന്റെ പെണ്ണിനെ മാത്രമല്ല, യാമിനിയുടെ ചെറുക്കനെയും ആന്റി തന്നെ സെലക്ട് ചെയ്യണമെന്നാ എന്റെ ഒരു ഇത്. ഗൗതം, നീ ഇട്ടിരിക്കുന്നത് പെൺവീട്ടുകാർ തന്ന ഷർട്ടല്ലേ? ഇത് നിന്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ല. അപ്പൊ സ്യൂട്ടോ? സ്യൂട്ട് അവര് നല്ല വിലയുള്ളതാ വാങ്ങിയത്. പക്ഷേ ദേ ഇത് നോക്കിയേ, ഇത് വെറും ചീപ്പാ. വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നേ. ജോത്സ്യം പറഞ്ഞതേ ഈ നിറമുള്ള വസ്ത്രം ധരിച്ച് വീട്ടിൽ നിന്ന് മണ്ഡപത്തിലേക്ക് ഇറങ്ങണമെന്ന്. ഓഹോ, ഇതും തീരുമാനിക്കുന്നത് ജോത്സ്യനല്ലേ? എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. നിനക്ക് വേണ്ടിയാ ഞാനിതെല്ലാം സഹിക്കുന്നത്. ജ്യോതിഷത്തിലെ വിശ്വാസം വേണ്ടാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു ഷർട്ടിന്റെ നിറം പോലും ജോത്സ്യൻ തീരുമാനിക്കുന്നത് ഒട്ടും ശരിയല്ല. സാരമില്ലമ്മേ, കുറച്ചു നേരം കഴിഞ്ഞാൽ ഇത് മാറ്റി ഞാൻ ഹൽദി ഡ്രസ് ഇടുവല്ലോ അല്ലേ? ശരി, ഞാൻ ആദ്യം മണ്ഡപത്തിലോട്ട് പോവാ. എല്ലാവരും അങ്ങ് എത്തിച്ചേരണം. എല്ലാം ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഗൗതം വന്നാ മതി. അല്ല, ഞാനും ഇപ്പൊ തന്നെ ഇറങ്ങാ. അത് വേണ്ട. നീ വന്നിറങ്ങുമ്പോ അതിന്റേതായ അറ്റൻഷൻ കിട്ടണം. ഞാൻ വിളിച്ചിട്ട് നീ പുറപ്പെട്ടാ മതി. ശരി. വസുന്ധരയെ പാർവതി എന്ന് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. ജോത്സ്യന്റെ പേര് പറഞ്ഞതുകൊണ്ട് അവൾ എതിർക്കാനും നിന്നില്ല. അതെ, ഷർട്ട് മാറേണ്ടി വരുമെന്ന് കരുതിയിരുന്നാ ഞാൻ. ഈ ട്രിക്ക് ഞാൻ പഠിച്ചതേ നിധിയിൽ നിന്ന്. എത്ര വിദഗ്ധമായിട്ടാ അവൾ ആ സ്യൂട്ടിന്റെ വില തിരുത്തി വസുന്ധരയുടെ കണ്ണി പൊടിയിട്ടത്. ശരിക്കും പറഞ്ഞ നമ്മളെക്കാൾ വസുന്ധരയെ മനസ്സിലാക്കിയത് നിധിയാ. അതെ അമ്മേ, ഏട്ടന്റെ ജാതി പ്രശ്നമുള്ളതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ ശിവാനി ചേച്ചിക്ക് വേറെ നമുക്ക് ഏട്ടന് വേണ്ടി നിധി ചേച്ചിയെ ചൂസ് ചെയ്യായിരുന്നു. വസുന്ധരാന്റിയിൽ നിന്ന് നേരിട്ട അപമാനത്തെക്കുറിച്ച് പാർവതി ആന്റി കുറച്ചു മുമ്പ് പറയുന്നത് കേട്ടപ്പോ എനിക്ക് സഹതാപാ തോന്നിയത്. ഈശ്വരമംഗലത്തെ പുരുഷന്മാരുടെ ഗതികേടോർത്ത്. കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം താൻ ചെന്ന് കയറുന്ന വീട്ടിലും ഇതുപോലെ ഒരു അമ്മയുണ്ടെങ്കിൽ താൻ എന്ത് ചെയ്യും? 4 ദിവസം 4 ദിവസം കൊണ്ട് ഞാൻ ആ അമ്മയുടെ പത്തി അടിച്ചു താഴ്ത്തി കുപ്പിയിലാക്കും. എന്റെ പവറിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വസുന്ധരാന്റിയോട് ചോദിച്ചാൽ മതി. പലതവണ എന്നോട് കോർത്തപ്പോഴൊക്കെ തോറ്റത് അവരാ. ഓക്കെ, എന്തായാലും എനിക്ക് ചേരുന്ന ദീർഘസുമംഗലി യോഗമുള്ള പെൺകുട്ടി താനാകാതിരുന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഭാഗ്യം. ചിലപ്പോ ഞാൻ വെറുതെ ചിന്തിക്കാറുണ്ടായിരുന്നു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലൈഫ് പാർട്ണർ ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് കുടുംബത്തിലെ സമാധാനമാണ്. ലൈഫ് പാർട്ണർ അതിനുവേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യും. ബെസ്റ്റ് ഫ്രണ്ട് അത് ചെയ്തൊന്നും വരില്ല.
ശിവാനിക്ക് പകരം അവൾ ഈ കുടുംബത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഈ വീട് ഒരു കുരുക്ഷേത്രമായി മാറിയേനെ. എത്ര നല്ല ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റുള്ളവർ. നിധി മണ്ഡപത്തിലെത്തുമ്പോ വസു പ്രശ്നമുണ്ടാക്കില്ലേ? അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച് വസു പ്രശ്നം ഉണ്ടാക്കില്ലായിരിക്കും. അതൊക്കെ അമ്മയുടെ തോന്നലാ. ആന്റിക്ക് അങ്ങനെയൊന്നുമില്ല. ഒരാളെ കടിച്ചു കയറാൻ തീരുമാനിച്ചാ സ്ഥലവും സന്ദർഭമൊന്നും ആന്റി നോക്കില്ല. ഇവിടെ ആരെ കടിച്ചു കയറുന്ന സംശയം. വസുന്ധര ആന്റിയുടെ കൂടെ നടക്കുന്നവരെല്ലാം ഉള്ളിൽ ആന്റിയുടെ ശത്രുക്കളാ. നിധി ചേച്ചി ആന്റിയുടെ കൊമ്പ് കോർത്താൽ ഒടുവിൽ ആന്റിയുടെ ശത്രുക്കളെല്ലാം നിധി ചേച്ചിന്റെ ഫാൻസായി മാറുന്ന എന്റെ പേടി. അതും ഒരു പ്രശ്നമാണ്. ആ ഞങ്ങളെല്ലാം റെഡിയായി. നിങ്ങൾ കാറുമായിട്ട് വാ. ആ ശരി. ഇതങ്ങോട്ട് വെച്ചോട്ടെ. അയ്യോ, ശ്ശോ, സൂപ്പർ, നീ പൊളിച്ചു മോളെ. ചോ, കാറിപ്പോ എത്തും. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. വാ ശിവാനി. ആരാ വിളക്കെടുത്തിയത്? ഇന്ന് കിടാവിളക്ക് കത്തിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ? വിളക്ക് കൊളുത്താൻ നിധി മറന്നതാവും. ഏയ്, ഞാൻ രാവിലെ തന്നെ കൊളുത്തിയതാ. ആരാ കെടുത്തിയെന്ന് എനിക്കറിയില്ല. ആകെ മൊത്തം ബ്ലാക്ക് സീൻ ആണല്ലോ ശിവാനി. അങ്ങനെയൊന്നും കരുതണ്ട, ഞാൻ ഒന്നുകൂടെ വിളക്ക് കൊളുത്താം. നിഖിലെ, കുറച്ച് വെള്ളം എടുക്ക്. പോ പെട്ടെന്ന്. അമ്മേ, ദേ, മര്യാദയ്ക്ക് നിന്റെ കൊര നിർത്ത്. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോ ആദ്യം കേൾക്കുന്നത് നിന്റെ അപശകുനം പിടിച്ച കൊരയാ. കുടിക്ക. കുറച്ചുകൂടെ. അയ്യോ അമ്മേ. ഓ, ഇവിടെ കൊരച്ച് ചാവുന്ന ലക്ഷണം കാണുന്നത്. ഈശ്വര, ഇന്നെങ്ങാനും ചത്തുപോയ കല്യാണം മുടങ്ങുമല്ലോ. എന്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചാ ഞാനിനി ഒന്നും നോക്കില്ല. നീ എന്നെ എന്ത് ചെയ്യും? നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. ദൈവമേ, ഇവൻ പറഞ്ഞത് എല്ലാരും കേട്ടല്ലോ. ഇവന് ഉപ്പും ചോറും കൊടുത്ത എന്നെ കൊല്ലുമെന്നാ ഇവൻ പറഞ്ഞത്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? പാമ്പം കുഞ്ഞുങ്ങൾക്ക് ആ പാല് കൊടുത്തെന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്ക്. മുതിർന്നവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ എന്നാ പഠിച്ചത്? കോളേജിൽ വിട്ട് പഠിപ്പിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇനി അനുഭവിച്ചോ. നിഖില് പറഞ്ഞത് തെറ്റ് തന്നെയാ. അതിന് ഞാൻ അമ്മാവിനോട് മാപ്പ് ചോദിക്കാം. അച്ഛനോടല്ല, അമ്മയോടാ മാപ്പ് ചോദിക്കണ്ടേ. നിന്റെ അമ്മയോട് മാപ്പ് ചോദിക്കാൻ എനിക്ക് മനസ്സില്ല. അമ്മയെക്കുറിച്ച് അമ്മായി പറഞ്ഞത് ശരിയാണെന്ന് അമ്മാവിന് തോന്നുന്നുണ്ടോ? കല്യാണത്തിന് മണ്ഡപത്തിലേക്ക് ഇറങ്ങുമ്പോ ആശീർവാദം വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ
ഈ പാവം സ്ത്രീയുടെ മനസ്സിന്റെ ശാപം ഇരുന്ന് വാങ്ങരുത്. നീ പറഞ്ഞത് ശരിയാണ് നിധി.